ഇന്നൊരു ഹോസ്പിറ്റലിന്റെ ഒരു പരസ്യമുണ്ട്, മനോരമ ഞാൻ കണ്ടാണ്, എല്ലാ പബ്ലിക്കേഷനും ഉണ്ടാവാം. ഞങ്ങൾ 100 ബെഡ് കൂടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ ആഡ് ചെയ്യുന്നു, കാരണം നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം നേരെ നോക്കാത്തതുകൊണ്ട് മാത്രം. ഉഗ്രം പരസ്യമല്ലേ? അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട അവർ ഭംഗിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, നിങ്ങൾക്കൊരു കൊട്ടും തന്നു. അപ്പൊ നമ്മുടെ ആരോഗ്യത്തിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്ത്, അതിന് ഡോക്ടർമാരെയോ മെഡിക്കൽ സയൻസിനെയോ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഇത്തരത്തിലുള്ള ന്യൂട്രീഷനും ന്യൂട്രീഷൻ സപ്ലിമെന്റും വെൽനസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഡോക്ടേഴ്സ് എന്താ പറയാത്തത്? അവർക്ക് ശ്വാസം വിടാൻ നേരമുണ്ട് ഇവിടെ. ഞങ്ങൾ തന്നെ ഈ ജനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുമ്പോൾ ചില ആൾക്കാർ പറയും, ഇന്ന് ഞാൻ ഈ റിപ്പോർട്ട് ഒന്ന് ഡോക്ടറെ കാണിക്കട്ടെ. ഞാൻ ചോദിക്കും, ഡോക്ടറെ കാണിച്ച് ഡോക്ടർ എന്ന് പറയാനായിട്ടത്? കാരണം നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ എന്തൊക്കെയാണ്. ഒരാൾ പോയിട്ട് തിരിച്ചൊരു ഫീഡ്ബാക്ക് എന്നാണ്, ഞാൻ പോയിട്ട് ഓങ്കോളജിനെ കണ്ടു ഞങ്ങളെ. അപ്പൊ ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ എഴുതിയിരുന്നു എന്തോ ഒരു കോളോറെക്ടൽ ക്യാൻസറിനുള്ള ഹൈ റിസ്ക് ഉണ്ടെന്ന്. ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർ വന്നാൽ നല്ല തിരക്കിയിരിക്കുക. ഇദ്ദേഹം മറിച്ചൊക്കെ നോക്കി ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് താൻ എന്തിനൊക്കെ ചെയ്യാൻ പോയെ? അല്ല, അത് നല്ലതെന്ന് പറഞ്ഞു, നമുക്ക് അറിയാന്ന് പറഞ്ഞു. അറിഞ്ഞല്ലോ, ഇനിയിപ്പോ എന്താ? അല്ല, ഞാനിപ്പോ എന്താ ചെയ്യുന്നത്? ഇത് വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതുവരെ താനല്ലേ നോക്കേണ്ടത്. അല്ല, കറക്റ്റ് ഡോക്ടർ പറഞ്ഞത്. അത് വരാൻ നോക്കേണ്ടത് തന്റെ ഉത്തരവാദിത്വമല്ലേ? അപ്പൊ ഇത് ആരാണോ ചെയ്യുന്നത് അവരോട് ചോദിക്കുക, അവർ പറഞ്ഞു തരും എന്താ വരുത്താതിരിക്കാന്നുള്ളത്. അപ്പം ബേസിക്കലി അവിടെ ജോലി വരുന്നത് നമ്മുടെ തന്നെയാണ്. ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് നമ്മുടെ ജോലിയാണ്.